ശിവരാത്രി ദിനത്തിൽ ദേവിയുടെ എന്ത് അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഋതുപ്രഭാദേവി, ഇപ്പോൾ നിങ്ങളുടെ വളർച്ചയുടെ ഘട്ടമാണ്. പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ ഇനിയും പരിശ്രമിക്കുക. പ്രധാനമായും ഒരു ആത്മീയ വളർച്ചയുടെ പാതയിലുള്ള ആളുകൾക്കുള്ള സന്ദേശമാണിത്. നിങ്ങളുടെ വളർച്ചയുടെ ഒരു ഘട്ടമാണിത്. ഒരു തുടക്കം മാത്രം. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഈശ്വരസ്മൃതിയോടുകൂടി മുന്നോട്ട് പോവുക. അടുത്തതായി ഉമാദേവി, മാതാപിതാക്കളെ സമാശ്വസിപ്പിക്കുന്നത് നിങ്ങളുടെ കടമയാണ്. ആരെങ്കിലും അച്ഛനും അമ്മയുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം, ശിവരാത്രിയുടെ ഈ നിമിഷം അതെല്ലാം മറന്ന് അവരെ സമാശ്വസിപ്പിക്കുക. അവർക്ക് പരമാവധി സപ്പോർട്ട് കൊടുക്കുക. നമ്മൾ ഈ ഭൂമിയിൽ വരാൻ കാരണം, നമ്മൾക്ക് ജന്മം തന്ന് നമ്മളെ വളർത്തിയെടുത്ത മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നതും നമ്മുടെ കടമയാണ് എന്ന് മനസ്സിലാക്കുക. ധൂമാവതി ദേവി, നാശത്തിനെയും കലഹത്തിനെയും ദാരിദ്ര്യത്തെയും അകറ്റി നിർത്തുവാൻ പരിശ്രമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ മാതാ ദുർഗാദേവിയെ സ്മരിക്കുക, പ്രാർത്ഥിക്കുക. ദേവി നിങ്ങളെ രക്ഷിക്കും. കടങ്ങളെയും നാശത്തിനെയും കലഹത്തിനെയും ദാരിദ്ര്യത്തിനെയും അകറ്റി നിർത്താൻ ഒരേ ഒരു മാർഗം ഈശ്വരസ്മരണ മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഗായത്രി ദേവി, അന്ധകരണത്തിൻ്റെ ശബ്ദം അനുഭവമാകാൻ സ്വയം സാധന ചെയ്യുക. പ്രധാനമായും മെഡിറ്റേഷൻ ചെയ്യാനാണ് നിർദ്ദേശം. നമ്മളുടെ ബാക്കിയെല്ലാം ആമ തോടിനുള്ളിലേക്ക് വലിയുന്നത് പോലെ നിന്ന് ഉൾവലിഞ്ഞ് അവനവൻ്റെ അന്തരാത്മാവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. റിപ്പീറ്റഡായി മെഡിറ്റേഷൻ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിൻ്റെ ശബ്ദം ശ്രവിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ചിന്ത മലിനപ്പെടാതിരിക്കാൻ പ്രവൃത്തികളെ ശുദ്ധീകരിക്കുക. ഠം ദേവി, ദേവിയുടെ സന്ദേശം ഇതാണ്. ശുദ്ധമായ പ്രവൃത്തികൾ, നല്ലതായ പ്രവൃത്തികൾ മാത്രം ചെയ്യുക. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ.